കാരണം ആൾക്കാരുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ധാരണകളൊക്കെ പോയെന്നുള്ളതാണ് പരമാർത്ഥം എന്നതാണ് സത്യം. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ഒരു സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഇങ്ങനെയൊക്കെ പോയാൽ ശരിയാകുമോ, ഈ പോക്കൊക്കെ പോയാൽ ശരിയാകുമോ, കർത്താവ് വരത്തില്ലയോ? അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി, പാസ്റ്ററെ, ഈ കാലത്ത് കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അതെങ്കിലും ആരെങ്കിലും വിശ്വസിക്കും എന്നുള്ളതാണ്. ഇപ്പം സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർക്ക് കർത്താവിൻ്റെ വരവിൽ അത്ര വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അറിയത്തില്ല. പ്രത്യാശ വർദ്ധിച്ച് പണ്ടൊക്കെ ഈ ആശീർവാദം പറയുമ്പോൾ ആമേൻ കർത്താവെ വേഗം വരണമേ എന്ന് പറയുന്നൊരു പദമുണ്ട്. സത്യത്തിൽ അങ്ങനെ പറയുന്ന എത്ര പേരാ ഇന്ന് രാത്രി ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. അത് പറയുന്നവരും കുറവാണ്. അങ്ങനെ ആമേൻ കർത്താവെ വേഗം വരണമേ എന്ന് അവസാനമായി പറഞ്ഞാൽ അത് കൂടെ പറയുന്ന ആൾക്കാരും വളരെ കുറവാണ്. പിതാവായ ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബൈബിൾ മടക്കും, പുത്രൻ്റെ കാര്യം പറയുമ്പോൾ മൊബൈൽ ഓൺ ചെയ്യും, പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയുമ്പോൾ ചെരുപ്പിടുന്ന റെഡിയാകും. അവസാനത്തെ 3 ഹല്ലേലൂയ ഒക്കെ പറയുന്നത് വാഹനത്തിൽ കയറിയിരുന്നിട്ട്